ഒരു കാലത്ത് ശ്രാവസ്തി എന്ന ഗ്രാമത്തിൽ കിസ ഗോതമി എന്നൊരു യുവതി ഉണ്ടായിരുന്നു. സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച അവൾ ഒരു സ്നേഹനിധിയായ അമ്മയായിരുന്നു. അവളുടെ ജീവിതത്തിൽ ആകെയുള്ള ആഹ്ലാദം അവളുടെ കുഞ്ഞു മകനായിരുന്നു. ഒരു ദിവസം അതിരറ്റ ഒരു ദുരന്തം അവളുടെ ജീവിതത്തെ തകർത്തു. അവളുടെ കുഞ്ഞുമകൻ അപ്രതീക്ഷിതമായി മരിച്ചുപോയി. അവൾ വിശ്വസിച്ചില്ല. അവൾ കരഞ്ഞു, വീണ്ടും കരഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, അവൻ ഉറങ്ങുകയാണ്, ഉണരും. കിസ ഗോതമി കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് ഓരോ വീടുകളിലേക്കും പോയി. ദയവായി എന്റെ മകനെ ജീവിപ്പിക്കാൻ ഒന്ന് സഹായിക്കൂ. പലരും അവളെ നോക്കി പുച്ഛിച്ചു. ചിലർ സഹതാപത്തോടെ തലകുനിച്ചു. അവളെ കണ്ട് പലരും പറഞ്ഞു, ഇത്രയും ദുഃഖത്തിലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അവളോട് അതിനിടയിൽ ആരോ പറഞ്ഞു, ബുദ്ധനെ സമീപിക്കൂ. അവളുടെ കണ്ണീരുമായി കിസ ഗോതമി ബുദ്ധന്റെ അടുക്കലെത്തി. ഭഗവാനെ, എന്റെ മകനെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങളെല്ലാം കാട്ടുന്ന അത്ഭുതം എനിക്ക് വേണം. ബുദ്ധൻ ശാന്തമായി നോക്കി. ശരി, നീ എന്തു ചെയ്യണമെന്ന് ഞാൻ പറയാം. നീ ഒരു വീട്ടിൽ പോയി വെളുത്ത കടുക് വിത്ത് വാങ്ങിക്കൊണ്ടുവരിക. പക്ഷേ അതൊരു പ്രത്യേക വീട്ടിൽ നിന്നായിരിക്കണമെന്ന് മാത്രം. ആ വീട്ടിൽ ഇതുവരെ ആരും മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. അവൾ അതിന് തയ്യാറായി. ഒന്നാമത്തെ വീട്ടിൽ ചെന്നു. പക്ഷേ അവർ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചു. അവൾ രണ്ടാമത്തെ വീട്ടിൽ ചെന്നു. പക്ഷെ അവരും പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞു 10 വർഷമായി പോയി. അവൾ മൂന്നാമത്തെ വീട്ടിൽ ചെന്നു. അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചുവെന്ന്. ഓരോ വീട് തോറും കിസ ഗോതമ്പതിക്ക് ഒരേ മറുപടി, മരണമില്ലാത്ത വീട് അതുണ്ടാവില്ല. ജനിച്ചാൽ മരിക്കണം. ആ വാസ്തവം അതിനകം അവളെ മാറ്റിയിരുന്നു. അവൾ തിരിച്ചെത്തി. ബുദ്ധന്റെ മുമ്പിൽ നമസ്കരിച്ചു നിന്നു. അവൾ ബുദ്ധനോട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ മനസ്സിലാക്കി. മരണം എല്ലാവരുടെയും അനുഭവമാണ്. ഞാൻ എൻ്റെ ദുഃഖത്തിൽ ഒറ്റപ്പെടുന്നില്ല. എനിക്ക് ശാന്തത വേണം. ബുദ്ധൻ ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു, മരണത്തിന്റെ സത്യം മനസ്സിലാക്കുന്നവൾ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കുന്നു. കിസ ഗോതമി പിന്നീട് സന്യാസിനിയായി. അവളുടെ ജീവിതം മറ്റുള്ളവരുടെ ദുഃഖം പങ്കുവെക്കുന്നതായും കരുണയുടെ വഴിയിൽ യാത്ര ചെയ്യുന്നതുമായും മാറി. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ദുഃഖങ്ങൾ നമുക്കൊന്നും മാത്രമായിട്ടല്ല, അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ അതിജീവിക്കാൻ ബുദ്ധബോധം നമ്മെ വഴി കാണിക്കുന്നു.